വചനവീഥിയിലൂടെ ഫാദർ JB പുത്തൂർ. വിശുദ്ധ ലൂക്ക രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 14 25 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ശിഷ്യത്വത്തിന്റെ വില. വലിയ ജനക്കൂട്ടങ്ങൾ അവന്റെ അടുത്തു വന്നു. അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു, സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല, സ്വജീവനെ തന്നെയും വെറുക്കാതെ എന്റെ അടുത്ത് വരുന്ന ആർക്കും എന്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല. സ്വന്തം കുരിശു വഹിക്കാതെ എന്റെ പിന്നാലെ വരുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന് അതിന്റെ ചെലവ് ആദ്യമേ തന്നെ കണക്ക് കൂട്ടി നോക്കാത്തവൻ നിങ്ങളിൽ ആരുണ്ട്? അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം അവനെ ആക്ഷേപിക്കും. അവർ പറയും, ഈ മനുഷ്യൻ പണി ആരംഭിച്ചു, പക്ഷേ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ 20,000 ഭടന്മാരോടുകൂടെ തനിക്കെതിരെ വരുന്നവനെ 10,000 കൊണ്ട് നേരിടാൻ സാധിക്കുമോ എന്ന് ആദ്യമേ ആലോചിക്കാതെ മറ്റൊരു രാജാവിനോട് യുദ്ധത്തിന് പോകുന്ന ഏത് രാജാവാണുള്ളത്? അത് സാധ്യമല്ലെങ്കിൽ അവൻ ദൂരത്തായിരിക്കുമ്പോൾ തന്നെ ദൂതന്മാരെ അയച്ച് സമാധാനത്തിന് അപേക്ഷിക്കും. ഇതുപോലെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എന്റെ ശിഷ്യനാവുക സാധ്യമല്ല. ഉപ്പ് നല്ലത് തന്നെ, എന്നാൽ ഉറ കെട്ടുപോയാൽ അതിന് എങ്ങനെ ഉറ കൂട്ടും? മണ്ണിനോ വളത്തിനോ അത് ഉപകരിക്കുകയില്ല. ആളുകൾ അത് പുറത്തെറിഞ്ഞു കളയുന്നു. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. യേശുവിന്റെ അനുയായിക്ക് ആവശ്യമായ മാനസികാവസ്ഥ. യേശു തന്റെ അനുയായികളാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ നിന്ന് ആദ്യമായിട്ടും അധികമായിട്ടും പ്രതീക്ഷിക്കുന്ന ഒരു മാനസിക അവസ്ഥ എന്തായിരിക്കണമെന്ന് ചർച്ച ചെയ്യുകയാണ് ഇന്നത്തെ സുവിശേഷം എന്ന് നാം ധരിക്കണം. യേശു ആദ്യമായിട്ട് ആവശ്യപ്പെടുന്നത് ശിഷ്യത്വത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾ ഒന്നിനോടും പ്രത്യേകം പക്ഷം വയ്ക്കാതെ ആവശ്യാനുസൃതം അവയെ ഉപേക്ഷിക്കാനുള്ള മനസ്ഥിതി അവർക്കുണ്ടാകണം. ഈ ഉപേക്ഷയിൽ ഒരുവന്റെ ഉള്ളും ഒരുവന് ഉള്ളതും ഉൾപ്പെടണമെന്ന് യേശു നിർദ്ദേശിക്കുന്നു. ഒരുവന്റെ ഉള്ള് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളില്ലാത്തവനായി തീരുക എന്നല്ല യേശു ഉദ്ദേശിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഒരുവന്റെ ഉള്ളിൽ അവന്റേതായിട്ടുള്ള പ്ലാനും പദ്ധതികളും മറച്ചു വെക്കുന്നതിന് പകരം യേശുവിന്റെ പദ്ധതികളും പ്ലാനും തന്നിലൂടെ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു സന്നദ്ധത ഉണ്ടാകുക എന്നാണ് അതുകൊണ്ട് വിവക്ഷിക്കുന്നത്. സ്വന്തം ജീവൻ നശിപ്പിക്കുന്നവൻ യേശുവിന് വേണ്ടി അത് നേടും എന്ന് പറയുന്നതിന്റെ സാമാന്യം അർത്ഥം അങ്ങനെ നമുക്ക് ഗ്രഹിച്ചെടുക്കാം. ഒരുവിന് ഉള്ളത് ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കണം, അവന്റെ വീടും കുടുംബവും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ബന്ധങ്ങളും കടമകളും ആ കടമകളെക്കാളും ഉപരിയായിട്ടുള്ള കടമയും ബന്ധവും ശിഷ്യത്വത്തിന് കൽപ്പിക്കേണ്ടതുണ്ട് എന്നൊരു ധാരണ അവനിൽ ഉണ്ടാകണം. ഈ ഒരു ധാരണ പ്രായോഗിക ജീവിതത്തിൽ ഒരുവന് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും വിധേയമാകേണ്ടി വരും എന്നുള്ളതും യേശുവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടും കൂടി ആകണം യേശു തന്നെ അനുധാവനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ യാഥാർത്ഥ്യബോധത്തോടു കൂടിയാകണം അതിനായിട്ട് ഇറങ്ങിത്തിരിക്കേണ്ടത് എന്ന് പറഞ്ഞു വെക്കുന്നത്. അതിനുള്ള സൂചനയാണ് കെട്ടിട നിർമ്മാണവും യുദ്ധം ചെയ്യലുമൊക്കെ ഇന്നത്തെ സുവിശേഷത്തിലെ പരാമർശ വിഷയമാകുന്നത്. തികഞ്ഞ യാഥാർത്ഥ്യബോധത്തോടുകൂടെ തന്നെ വേണ്ട വിധത്തിൽ സജ്ജീകരിച്ചുകൊണ്ട് ഒരുക്കിക്കൊണ്ട് നടത്തേണ്ട അല്ലെങ്കിൽ കടന്നു വരേണ്ട ഒരു യാഥാർത്ഥ്യമായിട്ട് ജീവിതത്തിൽ കരുതേണ്ട ഒന്നാണ് തന്നെ അനുഗമിക്കുക, തന്റെ അനുയായിയായി തീരുക എന്നുള്ള ആ കൃത്യം.
അങ്ങനെ വരുമ്പോൾ യേശു അനുയായികളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് തികഞ്ഞ യാഥാർത്ഥ്യബോധവും സഹനശീലവും അതോടുകൂടെ വേണ്ടി വന്നാൽ എല്ലാം ഉപേക്ഷിക്കാനുള്ള ഒരു സന്നദ്ധതയുള്ള മനസ്സും അവനവന്റെ കാര്യങ്ങൾ നടത്തുക എന്നതിനേക്കാൾ യേശുവിന്റെ കാര്യങ്ങൾ തന്റെ ജീവിതത്തിൽ കൂടെ നടത്താൻ വിട്ടുകൊടുക്കുന്ന ഒരു മനസ്ഥിതിയും ഉണ്ടാകുക എന്നുള്ളതാണ് ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാനസിക അവസ്ഥ എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷം.